മാഷേ, ഈ നമ്മുടെ പി ജയരാജൻ്റെ പുസ്തകം പിറക്കുന്നതിന് മുമ്പേ, അത് പ്രകാശനം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അതിനെക്കുറിച്ച് വിവാദങ്ങൾ ആരംഭിച്ചു. CPM പൊതുവെ വിവാദ രാഷ്ട്രീയത്തിൽ കുറച്ച് അഭിരമിക്കുന്ന കാലം കൂടിയാണിത്. മാഷ പുസ്തകം വായിച്ചല്ലോ. ഇവർ പറയുന്ന ഇപ്പം നമ്മുടെ മാധ്യമങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത് മാതിരി എന്തെങ്കിലും ആ ചർച്ചയിൽ എന്തെങ്കിലും കാമ്പുണ്ടോ? ആ ചർച്ചയിൽ കാമ്പുണ്ട്, പക്ഷെ ആ നിലവാരത്തിലല്ല എന്ന് മാത്രം. ഇവരത് ഈ പൈങ്കിളി വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് പുസ്തകം വിറ്റുപോകാനുള്ള, അത് തീർച്ചയായിട്ടും ജയരാജേട്ടനെ പോലുള്ള ഒരാൾ ഗൗരവത്തോടെ ചെയ്തതാവില്ല. അത് ഈ ലക്ഷക്കണക്കിന് കോപ്പി ലക്ഷക്കണക്കിന് അന്ന് തന്നെ വിറ്റുപോയി എന്ന് പറയണു. പബ്ലിഷർ വിജയിച്ച ആ അർത്ഥത്തിലുള്ള ഈ വിപണന തന്ത്രം എന്ന നിലയിൽ ആ പുസ്തകം വിജയിച്ചിട്ടുണ്ട്. അതിപ്പോൾ ഒരു കുറ്റമല്ല, മാതൃഭൂമിയാണ്, അവർക്ക് അതിൻ്റെ തന്ത്രങ്ങളൊക്കെ അറിയാം. പക്ഷേ ആ പുസ്തകത്തോട് എഡിറ്റിങ്ങിൽ നീതി ചെയ്തിട്ടില്ല. മാതൃഭൂമി അത് പ്രസിദ്ധീകരിച്ചെങ്കിലും നന്നായി എഡിറ്റ് ചെയ്തിരുന്നെങ്കിൽ ഈ പുസ്തകം അതിവേഗത്തിൽ വായിച്ചു പോകുമായിരുന്നു. പുസ്തകം വാങ്ങിക്കാൻ വിവാദങ്ങളിലൂടെ ഉണ്ടാക്കിയ ഒരു ആവേശം വായിക്കാൻ ആളുകൾക്ക് കിട്ടിയിട്ടുണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തീർച്ചയായിട്ടും താല്പര്യമുള്ള വിഷയമായതുകൊണ്ടും ജയരാജേട്ടൻ എനിക്ക് പ്രിയപ്പെട്ട ഒരാളായതുകൊണ്ടും ഞാൻ ആ പുസ്തകം അതിവേഗത്തിൽ വായിച്ചു തീർത്തു. അതാണ് അതിൻ്റെ ഒരു ചിത്രം. പക്ഷേ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയൊരു വളരെ ഇൻഫർമേറ്റീവായ പുസ്തകമാണ്. കേരളത്തിലെ മുസ്ലിം സമുദായത്തിൻ്റെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം, മലബാർ കലാപത്തെക്കുറിച്ചുള്ള വളരെ വിസ്തരിച്ചുള്ള പഠനം, മുസ്ലിം സംഘടനകളുടെ ചരിത്രം, മുസ്ലിം രാഷ്ട്രീയത്തിൻ്റെ വ്യത്യസ്ത ധാരകൾ, അതിൽ തീവ്രവാദ രാഷ്ട്രീയം, ജമാഅത്തെ ഇസ്ലാമി തുടങ്ങിയവരെ കുറിച്ചുള്ള നിശിതമായ പഠനം, മുസ്ലിം ലീഗിൻ്റെ അവസരവാദത്തെക്കുറിച്ച് ഉള്ള വളരെ സൂക്ഷ്മമായിട്ടുള്ള ഒരു നിരീക്ഷണമൊക്കെ അടങ്ങുന്ന പുസ്തകമാണ്. ആ അർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തെക്കുറിച്ച് ഗൗരവമായി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഉപകാരപ്പെടുന്ന ഒരു പുസ്തകമാണ്. അത് വായിക്കണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യും. ഒപ്പം ഇതിൻ്റെ മാതൃഭൂമി ഉൾപ്പെടെയുള്ളവരോട് നമുക്ക് പറയാനുള്ള അടുത്ത എഡിഷനിലെങ്കിലും അതിൻ്റെ എഡിറ്റിങ്ങിലൊക്കെ ഒന്ന് കുറച്ചുകൂടി ശ്രദ്ധിച്ചാൽ, അതിൻ്റെ ഒരു ക്രമപ്പെടുത്തൽ, ചിട്ടപ്പെടുത്തൽ ഒന്ന് ശ്രദ്ധിച്ചാൽ ആ പുസ്തകം വായനാസുഖം നൽകും, കുറച്ചുകൂടെ മനോഹരമാണ് ആയിത്തീരും എന്നാണ് എൻ്റെ പുസ്തകം. കുറെ കൂടി വായിക്കപ്പെടും, എളുപ്പത്തിൽ വായിക്കപ്പെടും. ഇപ്പോൾ മാഷെ, ഇദ്ദേഹം ഈ പുസ്തകത്തിൽ രണ്ട് കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട്. ഒന്ന്, ഈ ടിപ്പുവിനെ കുറിച്ചും മലബാർ ലഹളയെക്കുറിച്ചും വ്യത്യസ്തമായ മുഖ്യധാര ഇടതുപക്ഷ രാഷ്ട്രീയം മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാഴ്ചപ്പാടിന് അനുസരിച്ചല്ല അദ്ദേഹം അതിനെ സമീപിച്ചിരിക്കുന്നതെന്ന് നമുക്ക് അങ്ങനൊരു ഇൻഫർമേഷനുണ്ട് ഈ പുസ്തകത്തെക്കുറിച്ച്. എന്താണ് മാഷെ ടിപ്പുവിനെ കുറിച്ചും മലബാർ കലാപത്തെക്കുറിച്ചും പി ജയരാജൻ എന്താണ് പറയുന്നത്? ടിപ്പുവിനെ കുറിച്ചും മലബാർ കലാപത്തെക്കുറിച്ചും മാത്രമല്ല, പൊതുവേ ഇപ്പോൾ ഈ ഞാൻ പറയുന്ന ഈ നിയോ ലെഫ്റ്റ് എന്ന് പറയും, നവ ഇടതുപക്ഷം എന്ന് പറയും. അതെ അതെ. പ്രത്യേകിച്ച് കേരളത്തിലെ കോൺടെസ്റ്റിൽ നവ ഇടതുപക്ഷം എന്ന് ലോകത്തിലെ ഒരു കോൺടെസ്റ്റിലല്ല ഞാൻ പറയുന്നത്. കേരളത്തിലെങ്കിലും ഈ പുത്തൻ ഇടതുപക്ഷത്തിന്റെ ചില വെളിപാടുകളുണ്ട്. അവരൊക്കെ ഈ നരേന്ദ്രമോദി യുഗത്തിൽ, പ്രത്യേകിച്ച് 2010, 2014 കാലത്ത് നരേന്ദ്രമോദി വന്നതിന് ശേഷമുള്ള ഇന്ത്യയിൽ കാര്യങ്ങളെ കാണുന്നത് വേറൊരു ആംഗിളിലാണ്. ഒരു കാരണവശാലും ചരിത്രത്തിൽ പോലും ഒരു മുസ്ലിം കഥാപാത്രത്തെ വിമർശന വിധേയമാക്കിക്കൂടാ. എത്രയോ കാലമായിട്ട് കമ്മ്യൂണിസ്റ്റുകാർ തന്നെ നിശിതമായി വിമർശിച്ചുകൊണ്ടിരുന്ന ചരിത്രത്തെ പോലും വിഴുങ്ങിക്കളയുകയും എന്നിട്ട് മറിച്ച് പറയുക. അതിൻ്റെ അനുഭവങ്ങളിൽ പെട്ടതാണ് നേരത്തെ പറഞ്ഞു. ഒന്ന് ടിപ്പു സുൽത്താനെ കുറിച്ച് നല്ലതും ചീത്തയും എന്ന് പറഞ്ഞാൽ ഏതൊരു ചരിത്ര പുരുഷൻ്റെയും, പ്രത്യേകിച്ച് ഏതൊരു സുൽത്താൻ്റെയും ഏതൊരു രാജാവിനെയും കുറിച്ച് പറയാവുന്ന നല്ലതും ചീത്തയുമായ അനുഭവങ്ങളുള്ള ഒരാളാണ്, ചക്രവർത്തിയാണല്ലോ ടിപ്പു സുൽത്താൻ. അത് പണ്ട് പറഞ്ഞിരുന്ന ടിപ്പുവിനെ കുറിച്ചുള്ള വിമർശനങ്ങൾ പോലും ഇപ്പോൾ പറയുന്നില്ല. ഔറംഗസീബിനെ പോലും വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നു. സുൽത്താൻമാരെ കുറിച്ച് ഒന്നും എതിരായിട്ടൊന്നും പറഞ്ഞുകൂടാ. വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി അറിയാലോ, കുഞ്ഞഹമ്മദ് ഹാജി ഇപ്പോൾ വലിയ ഹീറോ ആയി മാറിയിരിക്കുന്നു. പണ്ട് പറഞ്ഞിരുന്നില്ല. മലബാർ കലാപത്തിന് പണ്ട് ആഹ്വാനവും ഉണ്ടായിരുന്നു, താക്കീതും ഉണ്ടായിരുന്നു. ഇപ്പോൾ താക്കീതില്ല, ആഹ്വാനം മാത്രമേ ഉള്ളൂ. ആ ഒരു സാഹചര്യത്തിലാണ് ഈ പുസ്തകത്തെക്കുറിച്ച് ജയരാജേട്ടൻ്റെ വളരെ വ്യത്യസ്തമായ, ഇപ്പോൾ മുഖ്യധാര ഇടതുപക്ഷത്തിന് നിലപാടുകളെ ചിലയിടത്തൊക്കെ അദ്ദേഹം പിന്തുണക്കുന്നുണ്ട്. വാരിയംകുന്നതിനെ കുറിച്ചൊക്കെ എനിക്ക് തോന്നുന്നു ആ നിലപാട് തന്നെയാണ് അദ്ദേഹം സൂക്ഷിക്കുന്നത്. പക്ഷേ ആ കൂട്ടത്തിൽ മുഖ്യധാര ഇടതുപക്ഷത്തിലെ അക്കാഡമിക് ബുദ്ധിജീവികളും ഈ പണ്ഡിത വേഷധാരികളും ഒക്കെ പറയുന്നതിനപ്പുറത്തേക്ക് സൂക്ഷ്മമായ ചില നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട്. അതിലിപ്പോൾ പല കാര്യങ്ങളിലും എനിക്ക് പറയാനുണ്ട്. നമുക്ക് ഈ പരിമിതമായ സമയത്ത് ഈ പുസ്തകത്തിൻ്റെ ഒരു റിവ്യൂ എന്ന നിലയിൽ ജയരാജേട്ടൻ്റെ പുസ്തകം, പി ജയരാജൻ്റെ കേരളം
മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം എന്ന പുസ്തകം എല്ലാവരും വായിക്കട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ആ പുസ്തകത്തെ 2 വിഷയത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സമീപനത്തിൽ വ്യത്യാസം ഞാൻ പറയാം ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട്. ഒന്ന്, ടിപ്പു സുൽത്താനെ കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്. ടിപ്പു സുൽത്താനെ കുറിച്ച് ഈ ഒരൊറ്റ പാരഗ്രാഫ് വായിച്ചാൽ അത് മനസ്സിലാവും. അതിങ്ങനെയാണ്: മലബാറിനെയും അവിടുത്തെ മാപ്പിളമാരെയും സംബന്ധിച്ചിടത്തോളം നാട് കീഴ്പ്പെടുത്തി കൊള്ള നടത്താനെത്തിയ ഒരു അധിനിവേശ ഭരണാധികാരി മാത്രമായിരുന്നു ടിപ്പു സുൽത്താൻ. ഇന്ന് പല ചരിത്രകാരന്മാരും വ്യാഖ്യാനിക്കുന്നത് പോലെ മലബാറിൻ്റെ വിമോചന നായകനോ ദേശീയവാദിയോ മലബാറിൻ്റെ വിമോചന നായകനായോ ദേശീയവാദിയായോ മാപ്പിള കർഷകർ ടിപ്പു സുൽത്താനെ കണക്കാക്കിയിരുന്നില്ല. മാത്രമല്ല, അവരെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ മതമോ വിശ്വാസമോ പരിഗണനാർഹങ്ങളായിരുന്നില്ല. മൈസൂർ സുൽത്താൻമാർക്ക് കരം നൽകില്ല എന്നതായിരുന്നു സമരക്കാരുടെ നിലപാട്. മൈസൂരിൻ്റെ മഞ്ചേരിയിലെ സാമന്ത രാജാവിനെ കുരിക്കളും സംഘവും ആക്രമിച്ചു. അത്തൻകുരിക്കളും സംഘവും ആക്രമിച്ചു. സായുധമായ പോരാട്ടത്തിൽ മലബാറിലെ നികുതി പരിഷ്കാരങ്ങളുടെ ചുക്കാൻ പിടിച്ച ടിപ്പു സുൽത്താൻ്റെ റവന്യൂ വകുപ്പ് മേധാവിയായിരുന്ന അർഷദ് ബേഗ് ഖാൻ കൊല്ലപ്പെട്ടു. ഇതേ തുടർന്ന് ആക്രമണം കടുപ്പിച്ച മൈസൂർ ഭരണാധികാരികൾ അത്തൻകുരിക്കളെ അറസ്റ്റ് ചെയ്തു. ടിപ്പു സുൽത്താൻ്റെ പരാജയത്തിന് ശേഷമാണ് അത്തൻകുരിക്കൾ മലബാറിലേക്ക് തിരിച്ചെത്തിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു പാഠമാണ്. ഈ അത്തൻകുരിക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന 3 പേർ മലബാർ ചരിത്രത്തിലുണ്ട്. അത് പാരമ്പര്യമായിട്ട് ഇങ്ങനെ വരുന്നവരാണ് പല ക്രമത്തിൽ. ഒന്നാമത്തെ അത്തൻകുരിക്കളാണ് ഈ അത്തൻകുരിക്കൾ. ഇദ്ദേഹം ടിപ്പുവിനോട് ഏറ്റുമുട്ടി. മൈസൂരിൽ നിന്ന് വന്ന വരത്തൻ ഞങ്ങളെ ഭരിക്കേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹം സാമൂതിരി മഹാരാജാവിൻ്റെ വിശ്വസ്തനായിരുന്നു. സാമൂതിരിയുടെ ആ പ്രദേശത്തെ ഒരു സാമന്തനായിരുന്നു, കാര്യസ്ഥനായിരുന്നു. വെച്ചാൽ ഇനാംദാർ എന്നൊക്കെ പറഞ്ഞ് നികുതി പിരിക്കാനൊക്കെ അവകാശമുള്ള. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം വന്നപ്പോൾ ഇദ്ദേഹത്തെ വശത്താക്കാൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. ഇദ്ദേഹത്തെ 100 സൈനികരുള്ള ഒരു റെജിമെൻറ്റിൻ്റെ കമാൻഡറാക്കാം എന്നൊക്കെ പറഞ്ഞു നോക്കി. അപ്പോൾ ബ്രിട്ടീഷുകാർക്കെതിരെ അദ്ദേഹം പോരാടി. എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരും ടിപ്പുവും ഒരുപോലെ രാജ്യത്തിൻ്റെ ശത്രുക്കളാണെന്ന് പ്രഖ്യാപിച്ച അപൂർവം ദേശീയ മുസ്ലിങ്ങളിൽ ഒരാളാണ് അത്തൻകുരിക്കൾ. ആ അത്തൻകുരിക്കളെ അർഹിക്കുന്ന വിധം മനസ്സിലാക്കിയിട്ട് പി ജയരാജൻ എഴുതിയിരിക്കുന്നു എന്നത് ടിപ്പു സുൽത്താൻ ആരാണെന്ന് മനസ്സിലാക്കാനും നല്ലതാണ്. എല്ലാ മുസ്ലിങ്ങളും ഭീകരവാദികളല്ല എന്ന് മനസ്സിലാക്കാനും നല്ലതാണ്. ഒന്ന്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ മലബാർ കലാപത്തെക്കുറിച്ച് പറയുമ്പോഴൊക്കെ നമ്മൾ കാണാതെ പോകുന്നൊരു കാഴ്ചയുണ്ട്. മലബാർ കലാപം സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടമായും ചിലപ്പോഴൊക്കെ ജന്മിത്വ വിരുദ്ധ കലാപമായും ഒക്കെ തുടങ്ങിയതാണെങ്കിലും അതിവേഗം കൈവിട്ടുപോയി വർഗീയ കലാപമായി തീരുകയും 100 കണക്കിന് ഹിന്ദുക്കളെ അന്യായമായി ഉപദ്രവിക്കുകയും കൊള്ളയടിക്കുകയും ആട്ടിയോടിക്കുകയും ബലാത്കാരത്തിന് വിധേയമാക്കുകയും ഒക്കെ ചെയ്തൊരു കലാപമായിരുന്നു എന്ന് കലാപത്തിന് 25 വയസ്സ് പൂർത്തിയായ 1946 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പറഞ്ഞതാണ്. ഇപ്പൊ അതൊക്കെ വിഴുങ്ങി ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ കാലത്ത് ഇദ്ദേഹം വരച്ചു വെക്കുന്ന ഒരു ചിത്രമുണ്ട്. ഏതൊക്കെ തരത്തിലാണ് മലബാർ കലാപം 1920 നാഗ്പൂരിലെ കോൺഗ്രസ് സമ്മേളനത്തിലെ ഖിലാഫത്ത് പ്രമേയത്തോടനുബന്ധിച്ച് വന്നതാണ്. ഖിലാഫത്ത് അതിന് മുമ്പേ ഉണ്ട് കേട്ടോ. 1919 വന്ന ഖിലാഫത്ത് തുർക്കി ഖലീഫക്ക് അവിടുത്തെ ഖിലാഫത്ത് പദവി നഷ്ടപ്പെട്ടപ്പോൾ തുർക്കിയെ ബ്രിട്ടൻ കീഴടക്കിയപ്പോൾ ബ്രിട്ടനോടുള്ള വിരോധം ലോകമാസകലം ഉണ്ടായി വന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പെഷവാറിൽ 1919 ഖിലാഫത്ത് കമ്മിറ്റി ഉണ്ടാക്കുന്നത്. ആ ഖിലാഫത്ത് കമ്മിറ്റിയുടെ തീരുമാനങ്ങൾക്ക് വഴങ്ങുകയാണ് 20 കോൺഗ്രസ് സമ്മേളനം ചെയ്തത്. അതിൻ്റെ ഫലമാണ് പിന്നീട് നമ്മൾ അനുഭവിച്ചത്. പക്ഷേ എങ്കിലും ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനം പറഞ്ഞതല്ലേ, അത് ന്യായമായിരിക്കുമല്ലോ, അതൊരു ദേശീയ പ്രസ്ഥാനമായിരിക്കുമല്ലോ. പക്ഷേ 20 നാഗ്പൂർ കോൺഗ്രസ് പറഞ്ഞത് അഹിംസാത്മകമായിരിക്കണം സമരം. 2, ഇന്ത്യയെ ഒന്നായി മോചിപ്പിക്കുകയല്ല, ബ്രിട്ടീഷുകാരെ ഓടിച്ച് ഇന്ത്യയെ ഒന്നായി മോചിപ്പിക്കുകയല്ലാതെ എവിടെയെങ്കിലും കയ്യിൽ കിട്ടിയ ഒന്നോ രണ്ടോ താലൂക്കുകളോ വില്ലേജോ പിടിച്ചെടുത്തിട്ട് അത് ഇസ്ലാമിക രാഷ്ട്രമാക്കണം എന്ന് ആരോടും പറഞ്ഞിട്ടില്ല. മൂന്നാമത്തെ കാര്യം, ഒരു ജനാധിപത്യ രാജ്യം എന്ന സ്വപ്നം ആണ്, ഹിന്ദ് സ്വരാജാണ് കോൺഗ്രസ് മുന്നോട്ട് വെച്ചത്. ഇതായിരിക്കണം ഖിലാഫത്ത് എന്ന് വിചാരിച്ച് അതിൽ ഇറങ്ങി തിരിച്ച പോരാളികളുണ്ട്. 2 തരത്തിൽ അവർക്ക് പിഴച്ചു. അതിവേഗം അവർക്ക് നേരെ തന്നെ ഈ കലാപകാരികൾ തിരിഞ്ഞു. അവരെ മതം മാറ്റാൻ ശ്രമിച്ചു, അവരെ ആട്ടി ഓടിച്ചു, അവരെ കൊള്ളയടിച്ചു, അവരെ ഉപദ്രവിച്ചു. നിഷ്ഠൂരമായ ഒന്ന്, അവർ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് പോകേണ്ടി വന്നു, നാട് വിട്ട് ഓടേണ്ടി വന്നു. രണ്ടാമത്തെ ഒരു കൂട്ടരെ കുറിച്ച് അധികം ആരും പറയാറില്ല, എന്നാൽ അത് പറയേണ്ടതാണ് എന്ന് ജയരാജൻ സൂചിപ്പിക്കുന്നത്. എന്താണെന്നറിയോ, അവര് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും മഹാത്മാഗാന്ധിയെയും മൗലാന മുഹമ്മദ് അലിയെയും മൗലാന ഷൗക്കത്ത് അലിയെയും അബുൽ കലാം ആസാദിനെയൊക്കെ വിശ്വസിച്ചതിൽ ഇറങ്ങിയതാണ്. പക്ഷേ ആ ഇറങ്ങിയ പോരാളികളെ ആണ് പോലീസ് ഏറ്റവും ആദ്യം അറസ്റ്റ് ചെയ്തത്. അവർ പൊരുതിയത്, അവർ പിച്ചാത്തി പോലും ഏന്തിയവരല്ല.
അവരൊരാളെ ഉപദ്രവിച്ചിട്ടില്ല, രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പൊരുതിയത. അവരാണ് ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടത്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണല്ലോ, അവരെ അധികം പേര് പറയാറില്ല. ഒറ്റ ഉദാഹരണം ഞാൻ പറയാം. മലബാർ കലാപത്തിൽ ഏറ്റവും കൂടുതൽ കാലം തടവിൽ കിടന്നത് ഒരു മുസൽമാനല്ല. നമ്മൾ മാപ്പിള കലാപം എന്നൊക്കെ വിളിക്കുമെങ്കിലും ഒരുപാട് കുഴപ്പങ്ങൾ മാപ്പിളമാരും മുൻകൈയെടുത്ത് നടത്തിയെങ്കിലും ആ കലാപത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന മനുഷ്യന്റെ പേര് MP നാരായണ മേനോൻ എന്നാണ്. അങ്ങാടിപ്പുറത്തെ 14 കൊല്ലം ഒരു പരോള് പോലും ചോദിക്കാതെ തടവിൽ കിടന്നു. കാരണം അന്യായമായി എൻ്റെ നാട് കൈയടക്കിയ ബ്രിട്ടീഷുകാരോട് അവരുടെ ഔദാര്യമായിട്ട് ഒരു പരോള് പോലും ഞാൻ ചോദിക്കില്ല എന്ന് പറഞ്ഞ മനുഷ്യനാണ് MP നാരായണ മേനോൻ. ആ നാരായണ മേനോൻ ഉൾപ്പെടെയുള്ളവരുടെ പേര് ചരിത്രത്തിൽ ഏറെ ഒന്നും പറയപ്പെടാറില്ല. പക്ഷേ P ജയരാജൻ വല്ലാണ്ട് തമസ്കരിക്കപ്പെട്ടു. അപ്പോൾ യഥാർത്ഥത്തിൽ മലബാർ കലാപത്തിന്റെ പേരിൽ മാപ്പിളമാരാൽ വഞ്ചിക്കപ്പെട്ട ഹിന്ദു നേതാക്കളുടെ ഒരു നീണ്ട പട്ടിക അദ്ദേഹം പലയിടത്തായിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ അതിലെ ചില പേരുകൾ പറയാം. ഒന്ന്, മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട്, കുറ്റിപ്പുറത്തിനടുത്ത് വലിയ ജന്മിയായിരുന്നു. അതാണ് നമ്മൾ ഓർക്കേണ്ടത് ജന്മിത്വ വിരുദ്ധ കലാപമായിരുന്നു നമ്മൾ പറയുന്നുണ്ടല്ലോ. മൂഴിക്കുന്നത്ത് ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാട് ജന്മിയാണ്, വലിയ ജന്മിയായിരുന്നു. അദ്ദേഹം ഇതിൽ ചേർന്നത് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണല്ലോ, എന്റെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യമാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് മൂഴിക്കുന്നത്ത്. അത് പക്ഷെ അദ്ദേഹത്തിന്റെ പേര് ഏറെക്കുറെ എല്ലാവരും പരാമർശിച്ചിട്ടുണ്ട്. അദ്ദേഹം തന്നെ മലബാർ കലാപത്തെ കുറിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുള്ളത് കൊണ്ട് ഖിലാഫത്ത് സ്മരണകൾ എന്ന പേരിൽ അദ്ദേഹം ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒന്ന്, MP നാരായണ മേനോന്റെ പേര് ഞാൻ പറഞ്ഞു. KPCC പ്രസിഡന്റ് ആയിരുന്നേ, KPCC പ്രസിഡന്റ് ആയിരുന്നു. അദ്ദേഹത്തെ ആളുകൾ വിളിച്ചിരുന്നത് തന്നെ, അദ്ദേഹം അഹിംസാധിഷ്ഠിതമായി ഖിലാഫത്ത് പ്രസ്ഥാനം ശക്തിപ്പെടുത്താൻ നടന്നയാളാണ്. പക്ഷെ ഇതിനകത്തൊരു തുർക്കി അജണ്ട ഉണ്ടായിരുന്നത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനകത്ത് തുർക്കി സുൽത്താന് വേണ്ടി ചാരപ്പണി എടുക്കുന്നവരുണ്ടായിരുന്നു. അദ്ദേഹം അറിഞ്ഞില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് 1966 വരെ അദ്ദേഹം ജീവിച്ചിരുന്നു കേട്ടോ. അദ്ദേഹം മരിക്കുന്നത് 66-ലാണ്. ഇദ്ദേഹത്തെ ആളുകൾ വിളിച്ചിരുന്നത് മാപ്പിള മേനോൻ എന്നാണ്. മാപ്പിള കലാപത്തിൽ, മലബാർ കലാപത്തിൽ ഏറ്റവും കൂടുതൽ കാലം, കാരണം മാപ്പിളമാരോടൊപ്പമാണ് ഇദ്ദേഹം കലാപം കൂടിയത്. ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്ന അദ്ദേഹത്തെ മാപ്പിള മേനോൻ എന്ന ആളുകൾ വിളിച്ചിരുന്നു. വേറൊരാള് ആമയങ്ങോട് കുരിശിക്കളത്തിൽ കേശവൻ നായർ എന്നൊരാളുണ്ട്. ഇദ്ദേഹം ആരാന്നറിയോ? ചെർപ്പളശ്ശേരി പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ആളാണ്. പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച ബ്രിട്ടീഷ് പോലീസ് സ്റ്റേഷൻ ആയതുകൊണ്ടാണ്. പോലീസുകാരെ ഓടിച്ചിട്ട് അവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കാനല്ല, ബ്രിട്ടീഷുകാരെ ഓടിച്ച് രാജ്യത്തെ സ്വതന്ത്രമാക്കാനാണ് ശ്രമിച്ചത്. ദീർഘകാലം ജയിലിൽ കിടന്ന മനുഷ്യനാണ്. വേറൊരാള് തിരൂരിൽ കേളപ്പൻ നായർ. അയാൾ എന്താ അറിയോ? പൊന്നാനി ട്രഷറി കൊള്ളയടിച്ചു. പൊന്നാനി ട്രഷറി കൊള്ള ചെയ്ത കൂട്ടത്തിൽ അദ്ദേഹം ഉണ്ട്. ട്രഷറിയിൽ എന്താ ഉള്ളതെന്ന് അറിയോ? ഈ പാവങ്ങളായ മനുഷ്യന്മാരുടെ മുഴുവൻ രേഖകളുണ്ട്. ജന്മിമാരുടെ, ഈ കുടിയാന്മാരുടെ ഒക്കെ രേഖകളുണ്ട്. അവരെ സഹായിക്കാൻ വേണ്ടി പോയത്. അവരെ സഹായിച്ചാൽ പാവങ്ങളെ സഹായിക്കുകയാണ്, രാജ്യത്തെ സഹായിക്കുകയാണ്. മാത്രമല്ല, ഈ ട്രഷറി എന്ന് പറയുന്നത് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രം, അടയാളമാണല്ലോ, പ്രതീകമാണല്ലോ. അതുകൊണ്ട് സർക്കാരിനെതിരെയുള്ള, ബ്രിട്ടീഷുകാർക്കെതിരെയുള്ള വലിയ വിരോധം പ്രകടിപ്പിക്കാൻ വേണ്ടി പോയതാണ്. തിരൂരിൽ ഒരു കേളപ്പൻ നായരുണ്ടായിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്. തിരൂരിലെ കേളപ്പൻ നായരാണ് പൊന്നാനി ഖജാന കൊള്ളയടിച്ചത്. മണ്ണാർക്കാട്ട് 2 പേര്, എടച്ചോല കുട്ടപ്പണിക്കരും ചേനമ്പാറ അച്ചുപണിക്കരും. ഇവർ 2 പേരും ഹൈവേയിലെ പാലം പൊളിച്ചോരാ. എന്നുവെച്ചാൽ ബ്രിട്ടീഷ് പട്ടാളം വന്നിട്ട് ഈ പാവങ്ങളെ ഉപദ്രവിക്കാതിരിക്കാൻ വേണ്ടി പട്ടാളം വരുമെന്ന് കേട്ടപ്പോൾ പാലം പൊളിച്ചു. ബ്രിട്ടീഷ് പട്ടാളം വരേണ്ടതില്ല. അങ്ങനെ വലിയ ധീരന്മാരാണ്, ചില്ലർക്കാരല്ല. ധീരൻ എന്ന് കേട്ടാൽ ഉടനെ വാര്യംകുന്നൻ നമുക്ക് ഓർമ്മ വരിക. ധീരന്മാർ ഒരുപാട് പേരുണ്ട് എന്നർത്ഥം. അതുപോലെ നെല്ലിപ്പുഴ എന്ന മണ്ണാർക്കാടിനടുത്താണ്. അപ്പുള്ളു കേശവൻ നായർ, വാഴപ്പള്ളി അപ്പു എന്ന കേളുമേനോൻ, ഇവര് നെല്ലിപ്പുഴ പാലം പൊളിച്ചവരാ. ഇങ്ങനെ ഒരുപാട് ഹൈവേയിൽ പരസ്യമായി, ഇത് സ്വകാര്യമായി ഗറില്ല പോരല്ല, പാതിരാക്ക് പോയി ആളുകളെ കൊല്ലുന്നതല്ല, ഒന്നുമല്ല, പച്ചക്ക് പട്ടാപ്പകല് പോയിട്ട് സർക്കാരിന്റെ ഹൈവേയിൽ പാലം പൊളിച്ച കേസാണ്. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ പോരാടിയവരാണ്. അലിക്കുന്നത്ത് കൃഷ്ണൻ നായർ എന്ന് പറയുന്നവരാണ്. അദ്ദേഹം കുറ്റിപ്പുറത്ത് റെയിൽവേ പാളം പൊളിച്ചു. റെയിൽവേ പാളം, ഇന്ത്യൻ റെയിൽവേയുടെ പാളം, മീൻസ് ബ്രിട്ടീഷ് റെയിൽവേയുടെ പാളം പരസ്യമായിട്ട് പൊളിച്ച കേസിലാണ് അദ്ദേഹം അറസ്റ്റ് ചെയ്ത് ദീർഘകാലം ജയിലിൽ കിടന്നത്. താമരത്ത് വേലായുധൻ നായർ, ഇതിൻ്റെ ഇടയിൽ എന്തുണ്ട്? അല്ല, ഞാൻ ചോദിക്കാൻ വന്നത് ഈ P ജയരാജൻ അപ്പോൾ ഈ കൃത്യമായി ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടോടുകൂടി തന്നെയാണ് തീർച്ചയായിട്ടും. ഞാൻ ഈ ഒരു പട്ടിക ഒന്ന് പൂർത്തിയാക്കി നമുക്ക് ചർച്ച ചെയ്യാം. താമരത്ത് വേലായുധൻ നായർ വള്ളുവനാട് പാറക്കോട്ടിൽ കുട്ടൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ എക്സൈസ് വലിയ കോൺട്രാക്ടറാണ് എല്ലാ കാലത്തും. അദ്ദേഹത്തിന്റെ പുറ്റാനിക്കൂടുള്ള കള്ള് ഷാപ്പ് വിക്കറ്റ് ചെയ്തു. സർക്കാരിന് ലേലത്തിൽ പിടിച്ച കള്ള് ഷാപ്പ് വിക്കറ്റ് ചെയ്തതിനാണ് അദ്ദേഹത്തെ അറസ്റ്റ്. അങ്ങനെ ഒരുപാട് പേര്. ഇപ്പൊ നാരായമംഗലത്ത് 4 പേര്, പൊഴുതയിൽ ചങ്ങുണ്ണി നായർ, ആശാരി ശങ്കരൻ, കൊട്ടിമടത്തിൽ ഗോപാലൻ നായർ, തണ്ണിച്ചേരി ചാത്തൻകുട്ടി. ഇവരെന്താ ചെയ്തതെന്നറിയോ? അന്നത്തെ ആ പ്രദേശത്തെ ജന്മിയായിരുന്ന കുന്നുംപുറത്ത് ഗോവിന്ദൻ നായരുടെ വീട് കൊള്ളയടിച്ചു.
വീട് കൊള്ളയടിച്ചത് എന്തിനാ വെച്ചാൽ ഇദ്ദേഹം ബ്രിട്ടീഷ് ജന്മിയായിരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ആ കേസിൽ 30 പ്രതികളുണ്ട്, അതിൽ 4 പേരാണ് ഈ 4 ഹിന്ദുക്കൾ. ഞാൻ പറഞ്ഞത് അതാണ്. ഒന്ന് ചെർപ്പുളശ്ശേരി ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന വേറൊരാൾ, അദ്ദേഹം മണ്ണാർക്കാട്ട് വേറെ 4 പേര് വേറെ ഇതേപോലെ പ്രധാനപ്പെട്ട കേസുകൾ കുടുങ്ങി. ചെർപ്പുളശ്ശേരി ഗോവിന്ദൻ നായർ, മണ്ണാർക്കാട്ട് മൂപ്പിൽ നായർ, KV ബാലകൃഷ്ണ മേനോൻ, KV രാമുണ്ണി മേനോൻ, ഇങ്ങനെ നിരവധി. മാപ്പിള ലഹള എന്ന് പേര് കേട്ട 921 മലബാർ കലാപത്തിൽ നിഷ്ഠൂരമായി പോലീസ് മർദ്ദനത്തിനിരയാകുകയും കേസിൽ കുടുങ്ങുകയും കുടുംബം നഷ്ടപ്പെടുകയും ജയിലിൽ കിടക്കുകയും ഒക്കെ ചെയ്ത യാതന അനുഭവിച്ച ഹിന്ദുക്കളുടെ പട്ടിക പറയുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രത്യേകത കൂടിയുണ്ട്, ഇത് കൂടുതലും സവർണരായ ആൾക്കാരാണ്. അതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇവര് ഇപ്പൊ മലബാർ കലാപത്തെ കുറിച്ച് ഇത് ഈ ജന്മികൾക്കെതിരെയും സവർണർക്കെതിരെയും നടത്തിയ കലാപമായിരുന്നു എന്ന് പറയുന്നത് അർത്ഥശൂന്യമാണ്. ഇതിൽ നല്ലൊരു ശതമാനം ജന്മിമാരാണ്, കാരണം അവർ ബ്രിട്ടീഷ് വിരുദ്ധരാണ്. രണ്ടാമത്തെ കാര്യം, ഇതിൽ മഹാഭൂരിപക്ഷം സവർണന്മാരാണ്. അവരാണ് ധീരമായിട്ട് പൊരുതിയത്. അവർക്കാണ് എല്ലാം നഷ്ടപ്പെടാനുണ്ടായിരുന്നത്. ക്രൂരപീഡനങ്ങൾ ഏറ്റുവാങ്ങിയത്. ത്യാഗപൂർണമായ പോരാട്ടം, ധീരമായ പോരാട്ടം അവർ നടത്തിയിട്ടുണ്ട്. ഇത് പറഞ്ഞു വന്നപ്പോൾ ഞാൻ ഈ പുസ്തകം വായിച്ചപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇന്നെത്രയാ ഡേറ്റ്? നവംബർ 21. നവംബർ 21. ഈ കഴിഞ്ഞ ദിവസം നവംബർ 19 വാഗൻ ട്രാജഡി ഉണ്ടായത്, ഓർമ്മയില്ലേ? മലബാർ കലാപകാലത്ത് 100ഓളം പേരെ ഒരു ഗുഡ്സ് വാഗണിൽ കലാപകാരികളെ ഇടിച്ചു കയറ്റി കൊണ്ടുപോയിട്ട് കോയമ്പത്തൂർ കൊണ്ടുപോയതാണ്. കോയമ്പത്തൂരിന്റെ തൊട്ടു മുമ്പുള്ള സ്റ്റേഷനിലെത്തിയപ്പോൾ നിലയും വിളിയും കരച്ചിലും കേട്ടിട്ട് വണ്ടി നിർത്തിയിട്ട് തുറന്നു നോക്കുമ്പോൾ, പോത്തന്നൂർ എന്ന് പറയുന്ന സ്റ്റേഷനിൽ തുറന്നു നോക്കുമ്പോൾ അതിൽ 70 പേര് മരിച്ചിരിക്കുന്നു. 70, ആദ്യം 56 പേര്, പിന്നെ വഴിയിലും ആശുപത്രിയിൽ കൊണ്ടുപോകും. എന്നാലും മൊത്തത്തിൽ 70 പേര് മരിച്ചു. ഞാൻ വാഗൺ ട്രാജഡിയെക്കുറിച്ചുള്ള സ്റ്റോറി വായിച്ചത് ഇതിൽ ഓർത്ത്, അത് ജയരാജേട്ടൻ പറഞ്ഞിട്ടില്ല, പക്ഷേ ആ സ്റ്റോറി വായിച്ച് ഇതിൻ്റെ കൂടെ ചേർക്കേണ്ടതാണ് എനിക്ക് തോന്നി. ആ സ്റ്റോറിയിൽ ഈ 70 പേരാണ്, 100 പേരിൽ 70 പേരും മരിച്ചിരുന്നു. കൂട്ടക്കൊലയാണത്, ബ്രിട്ടീഷുകാർ കാണിച്ച തുല്യതയില്ലാത്ത കൂട്ടക്കൊലയാണ്. അപ്പോഴും നമ്മൾ കണക്കാക്കുക എന്താ, ഇത് മുഴുവൻ മാപ്പിളമാരായിരിക്കുന്ന അല്ല, അതിനകത്തുണ്ടായിരുന്നു ധീരന്മാരായ 4 ഹിന്ദുക്കൾ. ആ 70 പേരിൽ 4 ഹിന്ദുക്കൾ ഉണ്ടായിരുന്നു. അവരുടെ പേര് കൂടി പറയുമ്പോൾ ആ പട്ടിക പൂർത്തിയാവും. കുന്നപ്പള്ളി അച്യുതൻ നായർ എന്നാണ് ഒരാളുടെ പേര്. രണ്ടാമത്തെ ആള് മേലേടത്ത് ശങ്കരൻ നായരാണ്. 3 കിഴക്കില്ലാ പാലത്തിൽ തട്ടാൻ ഉണ്ണിപ്പറയൻ. 4ാമത്തെ ആള് ചോലക്കരയിൽ ചെട്ടിച്ചിപ്പു എന്നാണ് അയാൾ. ഇതൊക്കെ ബ്രിട്ടീഷ് റെക്കോർഡ്സിലുള്ളതാണ്, ആർക്കൈവ്സിലുള്ള രേഖകളാണ്. അപ്പം ഞാൻ പറഞ്ഞത്, ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട 2-3 കാര്യങ്ങളുണ്ട്. ഏതെല്ലാം വിധത്തിലാണ് മലബാർ കലാപം വഴിതെറ്റിപ്പോയത്, ആരൊക്കെയാണ് ഏതൊക്കെ തരത്തിലാണ് വഞ്ചിക്കപ്പെട്ടത്, അതിനെക്കുറിച്ചുള്ള സൂക്ഷ്മമായ ഒരു വെളിച്ചം ഈ പുസ്തകം തരുന്നുണ്ട്. അത് ആ അർത്ഥത്തിൽ പി ജയരാജൻ, ഞാൻ പറയുന്നത് രാഷ്ട്രീയമായി അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ആരെയും ഈ മുഖ്യധാര ഇടതുപക്ഷത്തിൻ്റെ ചില നിലപാടുകളൊക്കെ തലോടി പോകുമ്പോഴും മുഖ്യധാര ഇടതുപക്ഷം അതിക്രൂരമായി അവഗണിക്കുന്ന ചരിത്ര വസ്തുതകളെ അതിസൂക്ഷ്മമായി വളരെ ധീരമായി സമൂഹത്തോട് തുറന്നു പറയാൻ കാണിക്കുന്ന പുസ്തകം. എന്തായാലും പ്രശാന്ത് ചോദിച്ച ചോദ്യം കൂടി പ്രസക്തമാണ്. ഇത് CPMന്റെ രാഷ്ട്രീയ നിലപാടിൽ വല്ല മാറ്റവും വരുത്തുമോ? അത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. വരുത്താൻ അവർ നിർബന്ധിതരായിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആവശ്യത്തിന് പഠിച്ചിരിക്കുന്നു. അന്യായമായ ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് ന്യൂനപക്ഷവും ഭൂരിപക്ഷവും കൂടെയില്ലാത്ത അവസ്ഥ വന്നിരിക്കുന്നു എന്നവർ മനസ്സിലാക്കിയതിൻ്റെ ഫലം കൂടിയാണ്. ജയരാജേട്ടൻ ഈ പുസ്തകം എഴുതിയെന്ന് മാത്രമല്ല, ഇതിന് അവതാരിക എഴുതിയിരിക്കുന്നത് വിജയരാഘവനാണ്. പോരാത്തതിന് ഇതിനൊരു പ്രത്യേക ആശംസ എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറയണം. അവതാരികയിലൊന്നുമില്ല. അവതാരികയേക്കാൾ നന്നായത് കേവലം ആശംസ അയച്ചു കൊടുത്ത പാലോളി മുഹമ്മദ് കുട്ടിയുടേതാണ്. ഇത് പ്രകാശനം ചെയ്തത് സാക്ഷാൽ പിണറായി വിജയനാണ്. പിണറായി വിജയൻ അവിടെ ചെന്നിട്ട് പുസ്തകം പ്രകാശനം ചെയ്യുമ്പോൾ ഇതിൻ്റെ ഉള്ളടക്കത്തോടൊന്നും എനിക്ക് യോജിപ്പില്ല. പുസ്തകം വായിച്ചു നോക്കാത്തതുകൊണ്ട് ഉള്ളടക്കത്തോട് യാതൊരു യോജിപ്പുണ്ടാവില്ല. പിന്നെ വേറൊന്ന്, ഇനി ആരെങ്കിലുമൊക്കെ അതുകൊണ്ട് തൃപ്തിപ്പെടുത്തി ബാലൻസ് ചെയ്യാനുണ്ടെങ്കിൽ ആ പ്രസ്താവന കൊണ്ട് ഗുണം കിട്ടിക്കോട്ടെ എന്ന് അദ്ദേഹം വിചാരിച്ചിട്ടും ഉണ്ടാകും. എന്തായാലും കേരള രാഷ്ട്രീയത്തിലെ ഒരു CPMന്റെ ഒരു ചുവടുമാറ്റം ഇത് ആ അർത്ഥത്തിലാണ് ഞാനിത് പറയുന്നത്. CPMന്റെ നിലപാട് മാറ്റത്തിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ടാണ് ഈ പുസ്തകം കോളിലൊക്കെ ഉണ്ടാക്കേണ്ടിയിരുന്നത്. അതിന് പകരം ജമാഅത്തെ ഇസ്ലാമിയെ വിമർശിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ CPM എന്നും വിമർശിച്ചിട്ടുണ്ട്. തരാതരം പോലെയൊക്കെ അവരുടെ വോട്ട് വാങ്ങിയിട്ട് അവരെ കൂട്ടുകൂടിയിട്ട്. അതല്ല ഈ പുസ്തകത്തിന്റെ വാല്യൂ എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനപ്പുറം എന്തായാലും ഈ പുസ്തകം മാഷ് പറഞ്ഞ ആ ഒരു കാഴ്ചപ്പാടിൽ കേരളത്തിൽ ചർച്ചയാകട്ടെ. തീർച്ചയായും അത് ചർച്ചയാകേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. അതിലേക്ക് ഇരുട്ട് പരന്നു കിടക്കുന്ന ചരിത്ര സംഭവങ്ങളിലേക്ക് വെളിച്ചം വീശാൻ ഇത് ചർച്ചയാകേണ്ടത് ആവശ്യമാണ്. യെസ്, നമ്മളെ കൊണ്ടാവുന്നത് നമ്മളും ചെയ്യുന്നു. നന്ദി.